ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു ചിറയാണ്, വടക്കേച്ചിറ. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് സംരക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വടക്കേച്ചിറ. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ, ഒറ്റയ്ക്കോ ഫാമിലിയായിട്ടോ വരികയാണെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാൻ, റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ബോട്ടിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200, 100 ഇത് രണ്ടുമാണ് റേഞ്ച് വരുന്നത്. അരമണിക്കൂറാണ് അവർ പറയുന്നത് റൈഡിങ് ടൈം. ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിച്ചിരിക്കാം. ഒരു കാലത്ത് തൃശ്ശൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായിരുന്നു വടക്കേച്ചിറ ശക്തൻ തമ്പുരാൻ നിർമ്മിച്ചതായി കരുതുന്നു. ശക്തൻ തമ്പുരാൻ കൊട്ടാരവാസികളും അശോകേശ്വര ക്ഷേത്ര പുരോഹിതന്മാരും ഉപയോഗിച്ചിരുന്ന വടക്കുഭാഗത്തെ കുളപ്പുരകൾ ഇപ്പോഴും ദൃശ്യമാണ്. കിഴക്കും തെക്കും പടിഞ്ഞാറും കടവുകൾ പണ്ട് പൊതുജനാവശ്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചത്. കിഴക്കേ മൂലയിൽ നിന്ന് ആനകൾക്കായി നിർമ്മിച്ച കടവ് ഇപ്പോഴും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. വടക്കുഭാഗത്തെ കുളപ്പുരകൾ വടക്കേച്ചിറയുടെ ഭൂതകാല മഹിമയെ വിളംബരം ചെയ്യുന്നു. അതായത് ശക്തൻ തമ്പുരാനും പുരോഹിതന്മാരും ഉപയോഗിച്ചിരുന്ന കുളമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് അവിടെ കാണാം. അങ്ങ് ലോങ്ങിൽ ഒരു ഇത് കണ്ട, അത് ശക്തൻ തമ്പുരാൻ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ്, ഫാമിലീസൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. ഇവിടെ നമുക്ക് മഴ കൊള്ളാതെ ഇരിക്കാം. അവിടെ രണ്ട് നീർക്കാക്ക പോലെ എൻ്റെ ഒരു സാധനം വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതാണ് പെഡൽ ബോട്ട്. എന്താണ് ഈ പാർക്കിനെ കുറിച്ചിട്ട്? പാർക്ക് വന്നിട്ട് ഒരു 5.5 ഏക്കറിൽ ചുറ്റിക്കിടക്കുന്ന ഒരു പാർക്കാണ്. പിന്നെ 4 ബോട്ടുണ്ട്. കല്യാൺ സിൽക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബോട്ടാണ്. 4 സീറ്റിന് എന്താ ചാർജ് വരുന്നത്? 200 രൂപ അരമണിക്കൂർ. 2 സീറ്റിന്റെ സമയത്ത് 100 രൂപ അരമണിക്കൂർ സമയം. ജാക്കറ്റ്. ഇത് ആദ്യം ചിറ ഇങ്ങനെ തന്നെയായിരുന്നോ? അല്ലല്ല, കാട് പിടിച്ച് കെട്ടുന്ന ഒരു ചിറയാണ്. അത് പിന്നെ നവീകരിച്ച് ഇങ്ങനെ ആക്കിയതാണ്. കല്യാൺ സിൽക്കുകാർ നവീകരിച്ച് ഈ സെറ്റപ്പ് ആക്കിയതാണ്. ഇതുപോലെ നമ്മുടെ കിടക്കുന്ന എല്ലാ കുളങ്ങളും നവീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല കുളങ്ങളും വൃത്തിയാവും. നമുക്ക് ഇതേപോലെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാവും. ഞാൻ അപ്പുറത്ത് അമ്പലത്തിന്റെ അവിടെ ഒരു ചർച്ച് കുളം, പള്ളിക്കുളം പോയായിരുന്നു. അവിടെ പക്ഷെ ആ വെള്ളം നമ്മൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കെട്ടിക്കിടക്കണോണ്ട് അതൊരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലെ പിന്നെ അത് ഫിൽട്ടർ ചെയ്തെടുക്കണം. ആ രീതിയിലാണ് അവിടെ. ചേട്ടന് എത്ര കാലം ഇവിടെ? ഞാനിപ്പോ 7 മാസം. ചേട്ടനോ? 8 മാസം. എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്കൊക്കെ? ആൾക്കാരൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലേ? അവിടെ ഒരു സ്പോട്ട് ഉണ്ട് അല്ലേ? ആ വെള്ളം അതിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട്, ഒരു ഗ്യാപ്പ്. ആനൊക്കെ വിളിക്കാനുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് പാലസിലേക്ക് കയറണമെങ്കിൽ എങ്ങനെ കാണാം? അമ്പലത്തിന്റെ അപ്പുറത്തൊരു വഴി അതിൽ. ഓക്കെ, എന്നാ ശരി, ആയിക്കോട്ടെ. നീ വരുമ്പോ കാണാം. ശരി.
അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചിറ ദേവസ്വം ബോർഡിൻ്റെയാണ്. അതായത് കൊട്ടാരത്തിൻ്റെ വകയാണ്. വടക്കേച്ചിറ റീസ്റ്റോറേഷൻ ബ്യൂട്ടിഫിക്കേഷൻ ബൈ കല്യാൺ സിൽക്സ്. അതായത് കല്യാണ സിൽക്സ് ഏറ്റെടുത്തിട്ട് അവർ നവീകരിച്ചതാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന എല്ലാ കുളങ്ങളും ടൂറിസ്റ്റ് സ്പേസും എന്താ പറയുക പ്രൈവറ്റ് ഏറ്റെടുത്തിട്ട് നവീകരിച്ചിട്ട് ഇതേപോലെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വടക്കേച്ചിറ.